സനാതനധർമ്മം ഒരിക്കലും നശിക്കാത്തതാണെന്നും അതിനെ ആരും സംരക്ഷിക്കേണ്ടതില്ലെന്നും മാതാമൃതാനന്ദമയി മഠം ഡൽഹി മഠാധിപതി ബ്രഹ്മചാരി മോക്ഷാമൃത ചൈതന്യ ഡൽഹിയിൽ നടന്ന ഹിന്ദു സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആചാരങ്ങൾക്കപ്പുറം തത്വങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സനാതനധർമ്മത്തിന്റെ അന്തസ്സത്തെയും ഇന്നത്തെ സമൂഹത്തിൽ അത് പ്രായോഗികമാക്കേണ്ട രീതിയും ചർച്ച ചെയ്ത വേദിയായിരുന്നു ഡൽഹിയിലെ ഹിന്ദു സമ്മേളനം. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയെപ്പോലെയുള്ള ആത്മീയ ഗുരുക്കന്മാരുടെ പ്രസക്തിയെക്കുറിച്ച് ബ്രഹ്മചാരി മോക്ഷാമൃത ചൈതന്യ പ്രത്യേകം പരാമർശിച്ചു. വസുദൈവ കുടുംബകം എന്ന സനാതനധർമ്മത്തിന്റെ മൂലമന്ത്രം വാക്കുകളിലല്ല, അമ്മയെപ്പോലെയുള്ള മഹാത്മാക്കളുടെ സാന്നിധ്യത്തിൽ നേരിട്ട് അനുഭവിക്കാവുന്ന ഒന്നാണെന്നും അദ്ദേഹം പറഞ്ഞു. ജാതിക്കും മതത്തിനും ദേശത്തിനും അതീതമായി എല്ലാവരെയും ഒന്നിപ്പിക്കാൻ മാതൃത്വത്തിന്റെ കരുത്തിന് സാധിക്കുമെന്ന് ബ്രഹ്മചാരി മോക്ഷാമൃത ചൈതന്യ ഓർമ്മിപ്പിച്ചു. मैं उनसे प्रभावित इसीलिए हुआ क्योंकि सनातन धर्म के मूल में जिस वसुधैव कुटुंबकम की हम बात करते हैं वो मैंने अम्मा के जीवन में प्रत्यक्ष देखी. आज भी अगर आप अम्मा के आश्रम आएंगे तो हिंदू क्या, मुस्लिम क्या, सिख क्या, ईसाई क्या, पूरे विश्व से हर धर्म, हर संप्रदाय, हर जाति के लोग मातृत्व के सामने कैसे पिघलते हैं, मातृत्व के सामने कैसे एक हो जाते हैं, वो मैंने अम्मा के सामने प्रत्यक्ष देखा है. സനാതനധർമ്മം അപകടത്തിലാണെന്ന വാദങ്ങളെ മോക്ഷാമൃത ചൈതന്യ പൂർണ്ണമായും തള്ളി. സനാതനം എന്നാൽ ശാശ്വതമായത് എന്നാണ് അർത്ഥം. ധർമ്മത്തെയല്ല, മറിച്ച് അത് പിന്തുടരുന്നവരാണ് സ്വയം തിരുത്തലുകൾക്ക് തയ്യാറാകേണ്ടത്. ലഹരി ഉപയോഗം, ഇന്ദ്രിയാസക്തി, അലസത എന്നിവയിൽ മുങ്ങിപ്പോകുന്നതാണ് യഥാർത്ഥ അപകടം. ആഘോഷങ്ങൾ വെറും ലഹരിയുടെയും ബഹളത്തിന്റെയും വേദിയായി മാറരുത്, മറിച്ച് അതിന്റെ പിന്നിലെ ആത്മീയ തത്വങ്ങൾ നാം തിരിച്ചറിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. आज अगर जरूरत है सनातनियों को तो जागने की. सनातनी भावुक अधिक हो गए हैं लेकिन जीवन में विवेक बुद्धि की कमी है. सनातन केवल भावना नहीं है, जहां विवेक बुद्धि नहीं वहां भक्ति भी अंधी हो जाती है. यह हर सनातनी को याद रखना पड़ेगा. കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പിനും മക്കളുടെ സ്വഭാവ രൂപീകരണത്തിനും മാതാപിതാക്കൾ മാതൃകയാകേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഭഗവത്ഗീതയിലെ ദൈവിക ഗുണങ്ങൾ മാതാപിതാക്കൾ ജീവിതത്തിൽ പകർത്തണം. ക്ഷേത്രദർശനവും ആരാധനയും കേവലം മാർഗങ്ങൾ മാത്രമാണെന്നും അവ തമ്മിൽ യഥാർത്ഥമായ സ്വഭാവ പരിവർത്തനം ഉണ്ടാക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഭാരതത്തിലെ സ്ത്രീശക്തി അഥവാ മാതൃശക്തി സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന ശുഭപ്രതീക്ഷയാണ് തനിക്കുള്ളതെന്നും ബ്രഹ്മചാരി മോക്ഷാമൃത ചൈതന്യ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്.